എപ്സ്റ്റീൻ ഫയലുകളിൽ നാണം കെട്ട മോദി സർക്കാർ. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകളിൽ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ പേര് പരാമർശിച്ചത് 100-ലേറെ തവണയെന്ന റിപ്പോർട്ട്. സന്നദ്ധ സംഘടനയുടെ ഭാഗമായാണ് എപ്സ്റ്റീനെ കണ്ടതെന്ന കേന്ദ്രമന്ത്രിയുടെ വാദവുമായി പൊരുത്തപ്പെടാത്ത തെളിവുകളാണ് ഇപ്പോൾ വരുന്നത്. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകളിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ പേരും പലയാവർത്തി പരാമർശിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളിൽ പ്രതിരോധത്തിലാവുകയാണ് കേന്ദ്ര സർക്കാർ. എപ്സ്റ്റീൻ ലൈബ്രറിയിൽ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ പേര് പരാമർശിച്ചത് 163 തവണയാണെന്നാണ് റിപ്പോർട്ട്. ഇതുകൂടാതെ ഹർദീപ് പുരി എന്നത് 46 തവണയും ഹർദീപ് എന്ന 430 തവണയും പരാമർശിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്മീഷന്റെ ഭാഗമായിരുന്നപ്പോൾ ഔദ്യോഗിക ആവശ്യങ്ങളുടെ ഭാഗമായാണ് എപ്സ്റ്റീനെ കണ്ടതെന്ന മന്ത്രിയുടെ വാദങ്ങളാണ് ഇതോടെ പൊളിയുന്നത്. എപ്സ്റ്റീന്റെ നിഗൂഢ ദ്വീപിനെക്കുറിച്ച് പുരിക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നുവെന്നും പുറത്തുവന്ന ഇമെയിൽ സന്ദേശങ്ങൾ വ്യക്തമാക്കുന്നു. എപ്സ്റ്റീന്റെ അനുയായിക്ക് ഇന്ത്യൻ വിസ തരപ്പെടുത്താനും പുരി ഇടപെടലുകൾ നടത്തിയിരുന്നു. 2014 ഒക്ടോബറിൽ അനുയായിക്ക് വിസ തരപ്പെടുത്തണമെന്ന് എപ്സ്റ്റീൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മന്ത്രി ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിലെ പ്രമോദ് കുമാർ ബജാജിന് സന്ദേശമയക്കുകയായിരുന്നു. ആത്മഹത്യ ചെയ്യുന്നതിന് 2 വർഷം മുമ്പ് വരെ എപ്സ്റ്റീൻ പുരിയുമായി ഇമെയിൽ സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ ഹർദീപ് സിംഗ് പുരി രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാണ്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും എപ്സ്റ്റീൻ ഫയലിൽ പരാമർശിച്ചതിനാൽ വിഷയത്തിൽ കേന്ദ്രം മൗനം തുടരുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി.